മിസൈൽസ് വളരെ എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഡ്രോൺസ് വളരെ ചീപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ ചീപ്പായിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ഡ്രോണുകൾ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കൂടിയ ചെലവുള്ള മിസൈൽസ് ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് ലോകത്തിന് നോക്കിക്കഴിഞ്ഞാൽ വലിയ വൈദഗ്ധ്യം വേണ്ട കമ്പനികളുടെ ഒക്കെ തലപ്പത്ത് അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ബ്രെയിൻ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് അവർക്ക് ഫർദർ അഹെഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ചൈന പോലുള്ള രാജ്യങ്ങൾ ഒരു വർഷം ഏകദേശം 200ഓളം എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പല മേഖലകളിലായിട്ട്. നമുക്കതിന്റെ 10% പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ പറയുന്ന ഈ പ്രൊജക്ട് 18 ഉൾപ്പെട്ടിട്ടുള്ള ഈ ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നതിന്റെ ഒരു 280 മീറ്റർ ലെങ്ത് ഉണ്ട്, ഒരു 13,000 ടണ്ണാണ് ഇതിന്റെ വെയിറ്റ് ഉദ്ദേശം. മാത്രമല്ല അതിനകത്ത് 250 മുതൽ 350 കിലോമീറ്റർ റേഞ്ച് ഉള്ള ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേവി മാത്രം സെൽഫ് റിലയൻസ് നേവിക്ക് കൂടുതലാണ്. ഈ എയർക്രാഫ്റ്റ് മേഖലകൾ ഒഴിച്ച് ബാക്കിയുള്ള സെൽഫ് റിലയൻസ് കൂടുതലാണ്. പക്ഷെ എയർഫോഴ്സ് ആ രീതിയിലല്ല. ഈ മേഖലയിൽ 1-ാം നമ്പറായി വരണം എന്നൊരു ചിന്ത അവർക്കുണ്ട്. അപ്പൊ അവർ നോക്കുമ്പോൾ അതിനൊരു ചാലഞ്ചറായിട്ട് വരാൻ ഇവിടെ ഉള്ളത് ഇന്ത്യയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് പ്രോജക്റ്റ് 18? ഇന്ത്യൻ നാവികസേന വികസന കുതിപ്പിനൊരുങ്ങുമ്പോൾ ഈ പേരാണിപ്പോൾ ഏറ്റവും പ്രഥമ പരിഗണനയോടുകൂടി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. നമുക്ക് പരിശോധിക്കാം എന്താണ് പ്രോജക്റ്റ് 18. അതിനൊപ്പം തന്നെ നമ്മുടെ എയർഫോഴ്സ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ലോകത്ത് 3-ാമതോ 4-ാമതോ ഒക്കെ നമ്മൾ എത്തി എന്ന് പറയുമ്പോഴും നമ്മുടെ എയർഫോഴ്സ്, നമ്മുടെ ഫൈറ്റിംഗ് കരുത്ത് എത്രത്തോളം മികവുറ്റതാണ്. അതിനോടൊപ്പം തന്നെ ആധുനിക യുദ്ധരീതിയിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്തുകൊണ്ട് അമേരിക്ക ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്നു ഇന്ത്യൻ നാവികസേനയുടെ മുൻ ഉദ്യോഗസ്ഥൻ ശ്രീ ബാബു പ്രദീപ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഈ നമ്മൾ കഴിഞ്ഞ കുറേ സെഷനുകളിൽ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടക്കുന്ന സമയത്ത് സംസാരിച്ചു. ഓരോ രാജ്യവും തമ്മിലുള്ള സൈനിക നടപടിയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച്. ഇപ്പോൾ ആധുനികമായിട്ടുള്ള വാർഫെയറുകൾ വരുന്നു, അതിനോടൊപ്പം തന്നെ ഡ്രോൺ ടെക്നോളജി വലിയൊരു മാറ്റം കൊണ്ടുവരുന്നു. ഈ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തി ലോകത്തെ തന്നെ ഞെട്ടിക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു. അന്ന് ഇന്ത്യയുടെ ഗ്രാഫ് വളരെ വലിയ രീതിയിൽ ഉയരുകയും ചെയ്തു. പ്രതിരോധ ആയുധ വിപണിയിൽ പോലും നമുക്ക് വലിയ സാധ്യതകൾ എല്ലാവരും കൽപ്പിക്കുകയും ചെയ്തു. കാരണം നമ്മുടെ ആയുധം ഉപയോഗിച്ചാണ് നമ്മുടെ മിസൈലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. പക്ഷേ തൊട്ട് പിന്നാലെ അത് ഓപ്പറേഷൻ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിൽ നിന്നും ഒരു യു ടേൺ, ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അവർ നമ്മളെ ഒരു ശത്രു രാജ്യത്തെ പോലെ നമ്മോട് പെരുമാറാൻ തുടങ്ങി. അതിന് കാരണം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കുതിപ്പ് തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ? എങ്ങനെയാണ് ഈ വിഷയത്തിൽ നമുക്ക് തുടങ്ങാമെന്ന്? അല്ല, നമുക്കത് ഇന്ത്യയോട് മാത്രമായിട്ടുള്ള ഒരു വിരോധമാണ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. പൊതുവേ നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ലോകത്തുള്ള മറ്റ് പല രാജ്യങ്ങളോട്, അവരുടെ തന്നെ ഏറ്റവും അടുത്ത സഹോദര രാജ്യമായുള്ള കാനഡയോട് പോലും അവരുടെ നിലപാടുകൾ മോശമാണ്. അവർ അമേരിക്കക്ക് മിത്രങ്ങളെക്കാളും കൂടുതൽ ശത്രുക്കളാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ അമേരിക്ക ആ രീതിയിലാണ് ഇടപെടുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയുമായിട്ട് വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു സൗഹൃദം, അത് റിപ്പബ്ലിക്കൻസ് വന്നാലും ഡെമോക്രാറ്റിക്സ് വന്നാലും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം അവർ നിലനിർത്തിക്കൊണ്ടുപോകും. അതിന് ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത് വരെയും അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ത്യയോടുള്ള നിലപാടിൽ ഒരു മാറ്റം വരുത്തിയതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രംപിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രീതികൾ. രണ്ടാമത്തത്, പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടത് വലിയ തോതിലുള്ള ഒരു വിജയമാണ് ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായത്. അതായത് ലോകത്തിന് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടേതായിട്ടുള്ള ബ്രഹ്മോസ് പോലുള്ള മിസൈൽ സംവിധാനങ്ങളൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. ചുരുങ്ങിയ കാലം കൊണ്ട്, ചുരുങ്ങിയ ആക്രമണങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് നേടാൻ പറ്റി. കാരണം ഈ പ്രതിരോധ രംഗത്തെ നീക്കങ്ങൾ ഓരോന്നിനും വലിയ തുകയാണ് ചിലവാകുന്നത്. ദിവസങ്ങളോളം യുദ്ധം നീങ്ങുന്നു, എത്രത്തോളം കൂടുതൽ ദിവസം നീങ്ങുന്നു അത്രയും കൂടുതൽ ഡാമേജ് നമ്മുടെ ധനകാര്യ സ്ഥിതിക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ നീക്കങ്ങൾ, ചുരുങ്ങിയ ദിവസം, അതിനുള്ളിൽ നമുക്ക് ആ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള അറ്റാക്ക് നടത്താൻ സാധിച്ചു, അല്ലേ? അത് ലോകം മുഴുവൻ വളരെ ആദരവോടെ നോക്കിക്കണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നത്. ഈവൻ റഷ്യ നൽകിയിട്ടുള്ള S-400 ട്രയം സിസ്റ്റമാണ് നമ്മളിവിടെ പ്രതിരോധത്തിനായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ ഇതേ സിസ്റ്റം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ റഷ്യക്ക് പറ്റില്ല. അവിടെ ഉക്രൈനിലെ അറ്റാക്ക് മിസൈലുകൾ അവിടെ റഷ്യൻ
പല ടാർഗറ്റും തകർത്തു ഈ സിസ്റ്റം Okay. ഉണ്ടായിട്ട് പോലും. പക്ഷെ അതിലും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഇന്ത്യക്ക് അവരുടെ സിസ്റ്റത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതൊക്കെ ലോകം വാച്ച് ചെയ്യാണ്. അത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മിടുക്കാണോ? വളരെ വലിയൊരളവിൽ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മിടുക്കാണ്. പിന്നെ ഇതിനെ വിന്യസിക്കുക ചില ടാക്ടിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, ഇതിന്റെ വിന്യാസം, ഇതിന്റെ ഉപയോഗം, ടൈമിംഗ്, ഇതൊക്കെ പല ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. നമ്മളൊരു കാറുണ്ട്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു റോൾസ് റോയ്സ് അല്ല എന്താ പറയാ, ഒരു ലാൻഡ് റോവർ കാർ ഓടിച്ചുകൊണ്ട് 30-40 സ്പീഡിലാണ് ഓടുന്നത്. ആൾക്കാർ പുറകിൽ നിന്ന് ഇങ്ങനെ ഓൺ അടിക്കുക. അപ്പൊ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയുള്ള ആ ആയുധങ്ങൾ നമ്മൾ മാക്സിമം എഫിഷ്യൻസിയോടെ നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ വിജയം. ഓക്കെ, അത്തരത്തിലുള്ളൊരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചു. ഇപ്പോൾ ആധുനിക വാർഫെയറിൽ നമുക്ക് എത്രത്തോളം മുന്നേറാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ചർച്ചയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡ്രോൺ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സേനയോട് പിടിച്ചു നിൽക്കുന്നത് അവരുടെ മിസൈൽ ഉപയോഗിച്ചും അതിനോടൊപ്പം തന്നെ അവർക്ക് ഒട്ടേറെ ഡ്രോൺ വെപ്പൺസ് ഉണ്ട് എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാറുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ താല്പര്യമുള്ളത്. എന്തുകൊണ്ടെന്നാൽ തൊട്ടയൽ രാജ്യമായ ചൈന അവർ പ്രതിരോധ രംഗത്ത് ഒട്ടേറെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അത് കരസേനയിലാണെങ്കിലും എയർഫോഴ്സിലാണെങ്കിൽ തന്നെയും നേവിയിലാണെങ്കിൽ തന്നെയും അവർ വളരെ വേഗത്തിൽ അവരുടെ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് പിടിച്ചു നിൽക്കാൻ നമുക്ക് എത്രത്തോളം സാങ്കേതിക വിദ്യയുണ്ട്, കരുത്തുണ്ട്? അതായത് നമ്മൾ രണ്ട് രീതിയിൽ കാണണം. ഈ ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങൾ തുടക്കം മുതലേ അവരൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു. അപ്പോൾ മറ്റു രാജ്യങ്ങളും അവരെ ഒരു ശത്രു പക്ഷത്താണ് നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതൽ അവർ ഇൻഡിജിനൈസ്ഡ് ആയിട്ട് വെപ്പൺസ് ഉണ്ടാക്കാൻ, അവരുടെ വെപ്പണറി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് ആണ് അവർ ഇത്രയും കാലം അവരുടേതായിട്ടുള്ള സൈന്യത്തെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. അതിലെ എഫിഷ്യൻസിയെ കുറിച്ചൊക്കെ നമുക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ രീതിയിൽ വളരെ വളർന്നു വന്നിട്ടുള്ള ഒരു മേഖലയാണ്. ഇന്ത്യ ആ രീതിയിലായിരുന്നില്ല. ഈ അടുത്ത കാലം വരെ ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് വരെ ഇന്ത്യ പൂർണ്ണമായി ഏകദേശം 95% കൂടുതൽ വിദേശ രാജ്യങ്ങളെയാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഈ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനും മറ്റുമായിട്ട്. പക്ഷെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ സമയത്ത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് മറ്റു പല ഇത് സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരിതിന്റെ സപ്പോർട്ടിങ് സംവിധാനങ്ങൾ, അതായത് ഇപ്പോൾ വെപ്പൺസോ അല്ലെങ്കിൽ മിസൈൽസ് പോലുള്ള അല്ലെങ്കിൽ സ്പെയർ പാർട്സ്, ഇത്തരം സാധനങ്ങൾ നമുക്ക് തരുന്നതിൽ ഡിലേ വരുത്താം. അത് നമ്മളുടെ പെർഫോമൻസിനെ മൊത്തത്തിൽ ബാധിക്കും. പിന്നെ മാത്രമല്ല, പരമ്പരാഗത യുദ്ധ രീതികളിൽ നിന്ന് ലോകം വളരെ മുന്നോട്ട് പോയി. പണ്ട് എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ബോംബിംഗ് നടത്തുക, അല്ലെങ്കിൽ കരസേന ഉപയോഗിച്ച് ആക്രമിക്കുക, തുറമുഖങ്ങൾ, കപ്പലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുക, ഈ രീതികളാണ് ഫോളോ ചെയ്തു വന്നിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കൂടുതലും മിസൈൽസ് ആൻഡ് ഡ്രോൺസ് ഉപയോഗിച്ചാണ്. അതെ, ഇതിൽ മിസൈൽസ് വളരെ എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഡ്രോൺസ് വളരെ ചീപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ ചീപ്പായിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ഡ്രോണുകൾ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കൂടിയ ചെലവുള്ള മിസൈൽസ് ഉപയോഗിക്കേണ്ടി വരികയാണ്. ഗൾഫിൽ ഇപ്പോൾ നടക്കുന്ന അമേരിക്കയ്ക്ക് ഇപ്പൊ ഇറാൻ വാറിൽ അത് പറ്റിയിട്ടുണ്ട്. കാരണം വളരെ തുച്ഛമായ ചെലവിൽ നിർമ്മിച്ചെടുക്കുന്ന ഡ്രോണുകളും മിസൈലുകളുമാണ് അമേരിക്കക്കെതിരെ ഇറാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക കൂടുതൽ വളരെ എക്സ്പെൻസീവ്, അതിന്റെ 10-20 ഇരട്ടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അതിനെ ഓവർകം സ്ഥിതി വരുന്നു. അതൊരു വലിയ ഒരു ടാക്ടിക്കൽ ചേഞ്ച് ആണ്. യുദ്ധമേഖലയിൽ വന്നിട്ടുള്ള വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അതിനെ ഓവർകം ചെയ്യാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പരിഗണിക്കുക രണ്ട് രീതിയിലാണോ നമ്മൾ ശ്രമിക്കുന്നത്. ഒന്ന്, ഇൻഡിജിനൈസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ഒരു ഏകദേശം ഒരു 10-15-20 വർഷം കഴിയുമ്പോൾ, ഒരു 10-15 വർഷം കൊണ്ട് ഏകദേശം 50% കൂടുതൽ നമുക്ക് സെൽഫ് ഡിപ്പെൻഡന്റ് ആവാൻ പറ്റും. അത് ശരി. പ്രതിരോധ രംഗത്ത് ഏകദേശം 50% നമുക്ക് സെൽഫ് ഡിപ്പെൻഡന്റ് ആവാൻ പറ്റും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. പലതും നമുക്ക് ഫാക്ടറികൾ തന്നെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം പല ഫാക്ടറികളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനാണ് ഇപ്പൊ ഒരു 15-20 വർഷം എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിയുന്നതോടെ തന്നെ നമുക്ക് വലിയ തോതിൽ ഇൻഡിജിനൈസ്ഡ് ആയിട്ട് ഇത്തരം ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഡിപ്പെൻഡബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ വെപ്പൺസ് ഉണ്ടാക്കുന്നതിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ രാജ്യത്ത് തന്നെ അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഈ പ്രതിരോധ രംഗത്തേക്ക് വരും എന്ന് തോന്നുന്നല്ലേ? കൂടുതൽ പണം ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ വേഗത്തിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങളും മറ്റുമൊക്കെ വെപ്പൺസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു അടിസ്ഥാനം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഈ ഡിഫൻസ് സെക്ടറിൽ പുതിയ റിസർച്ച് നടത്തി പുതിയ ഇൻവെൻഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള മേഖലയാണ്. അത് ഒരു സർക്കാരിനെ കൊണ്ട് മാത്രം നടത്താൻ പറ്റില്ല. സർക്കാരിന് മറ്റു ഒരുപാട് മേഖലകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഡിഫൻസിലോട്ട് ഒരു പരിധി വിട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ
വലിയ ബുദ്ധിമുട്ടാണ്. മറ്റ് ഈ വികസിത വികസിത developed രാജ്യങ്ങളെ countries പറയുമ്പോൾ അങ്ങനെ നമ്മൾ തന്നെയാണ്. F-35 പോലുള്ള വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ലോക്കീഡ് മാർട്ടിൻ പോലുള്ള കമ്പനികൾ പ്രൈവറ്റ് കമ്പനികളാണ്. അതെ. ഇപ്പൊ ദസാൽ, നമ്മൾ റഫേൽ വാങ്ങിച്ച Correct. ദസോ, ഇതെല്ലാം പ്രൈവറ്റ് കമ്പനികളാണ്. ഈ ചൈന, റഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് ഈ ഗവൺമെന്റ് കൺട്രോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ചെയ്യുന്നത്, Okay. ഇന്ത്യയിൽ HAL ചെയ്യുന്നത് പോലെ. പക്ഷെ അതിനൊരു മാറ്റം വേണം. അതുകൊണ്ടാണ് അവരെക്കാളും ഒക്കെ മുന്നോട്ട് പോകാൻ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പറ്റിയത്. ഇപ്പൊ ബോയിങ് നമ്മൾ കണ്ടിട്ടുണ്ട്, ബോയിങ്, റോൾസ് റോയ്സ്, GE, ഇതെല്ലാം പ്രൈവറ്റ് കമ്പനികളാണ്. Okay. ലോക്കീഡ് മാർട്ടിൻ ആണ് ലോകത്തിലെ വൺ ഓഫ് ദ നമ്പർ 1 കമ്പനിയാണ് യുദ്ധവിമാനങ്ങളും ഉണ്ടാക്കുന്നത്. F-35 പോലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഒക്കെ അവരാണ് ഉണ്ടാക്കുന്നത്. Okay. Okay. അപ്പൊ അതെല്ലാം പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് ആണെങ്കിൽ അവർക്ക് നിയമപരമായി തോന്നും പോലെ അവർക്ക് ആയുധം ഉണ്ടാക്കി ഓരോ രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന് നിയമങ്ങൾ ഉപയോഗിച്ച് അവിടെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത്തരം കമ്പനികൾ സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കുന്നു, അവരതിനെ വിൽക്കുന്നു, അതിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. പക്ഷെ ആർക്ക് വിൽക്കണം അത്തരം കാര്യങ്ങൾ സർക്കാരുകൾ തീരുമാനിക്കും. ആർക്ക് വിൽക്കാം, ആർക്ക് വിൽക്കണ്ട എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു നയപരമായ കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും അല്ലേ? പക്ഷെ അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ എക്സ്പെൻസ് കംപ്ലീറ്റ് കമ്പനികളാണ്. അതിന്റെ ലാഭം കിട്ടിയാലും കമ്പനി വഹിക്കുന്നു. ഓക്കെ, ആ വഴിയിലേക്കാണ് ഇന്ത്യ സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഡിഫൻസ് സെക്ടറിലൊക്കെ ഈ ഉദ്ദേശിച്ച, ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വരുന്ന ഒരു 10-20 വർഷങ്ങൾ കൊണ്ട് ഒരു 50% റിലയബിലിറ്റിയിലോട്ട്, സെൽഫ് റിലയൻസിലോട്ട് നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ വന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഡ്ജറ്റിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ, നിർമ്മിക്കുന്ന ആയുധങ്ങൾ നമ്മൾ വാങ്ങുന്നു എന്നാണ് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. അതാണല്ലോ പുതിയ ഗവൺമെന്റ് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പ്രൊജക്ട് തന്നെ വന്നിരിക്കുന്ന, ആ ഉദ്ദേശത്തിൽ കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡിഫൻസ് സെക്ടറിലാണ്. കാരണം ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചറിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിദേശ നാണ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇത് ആവശ്യമുള്ള സമയത്ത് ഇതിന്റെ അവൈലബിലിറ്റി കറക്റ്റ് ആവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കണം. സാർ, വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, അത് ശരിയാണോ? അതായത് 2014 600 കോടിയായിരുന്നു നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട്, അതിപ്പോ 38,000 കോടിയായിട്ടുണ്ട്. അപ്പോൾ 6 ഇരട്ടിയിലേറെ വർധന. നമ്മൾ മിസൈൽ പോലുള്ള പല സംവിധാനങ്ങളും പല രാജ്യങ്ങളും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് വിദേശ നാണ്യം നേടാൻ പറ്റും. നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ളത്ര പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. മറ്റത് അങ്ങനെയല്ല. നമുക്കൊരു വെപ്പൺ വേണമെന്നുണ്ടെങ്കിൽ അത് വിദേശത്ത് അവർ തന്നില്ലെങ്കിലോ, ആ സമയത്ത് അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് ഡൗൺ ആയി അതിന്റെ ഒരു സ്പെയർ പാർട്സ് തന്നില്ലെങ്കിൽ നമ്മളത് ബാധിക്കും. നമ്മുടെ ബ്രഹ്മോസിന്റെ തന്നെ ഡിമാൻഡ് കൂടിയിട്ടുണ്ടോ? ഇൻഡോനേഷ്യ, ഫിലിപ്പീൻസ്. ഇപ്പൊ അടുത്ത കാലത്ത് UP-യിൽ വലിയൊരു ബ്രഹ്മോസിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങൾ വരുന്നു, വലിയ തോതിലുള്ള പ്രൊഡക്ഷൻ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ബ്രഹ്മോസിന്റെ ഡിമാൻഡ് ഈ സിന്ദൂറിന് ശേഷം കൂടിയെന്ന് തോന്നുന്നു. വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞില്ല, ഈ പുതിയതായിട്ട് വരുന്ന ഡിസ്ട്രോയ്സിലൊക്കെ ഈ ബ്രഹ്മോസ് വിന്യസിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ ഈ ദാസോയുടെ റഫാൽ വരികയാണെന്ന് ഇപ്പൊ ചർച്ചകൾ അതിലാണ് തർക്കം മുട്ടി നിൽക്കുന്നത്. സോഴ്സ് കോഡ് കിട്ടണം. സോഴ്സ് കോഡ് കിട്ടിയാൽ ബ്രഹ്മോസ് പോലുള്ള അതുപോലുള്ള മറ്റ് മിസൈലുകൾ അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ DRDO വികസിപ്പിച്ചുള്ള 500 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന റഡാർ സംവിധാനങ്ങളുണ്ട്. വളരെ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന റഡാർ സംവിധാനമുണ്ട്. പക്ഷെ അതൊക്കെ ഇതിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സോഴ്സ് കോഡ് വേണം. ഈ സോഴ്സ് കോഡ് വിഷയം എനിക്ക് കുറച്ചുകൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട്, വാട്ട് ഈസ് സോഴ്സ് കോഡ്? ഇത് ഇപ്പോൾ ഒരു നമ്മൾ ഒരു സംഭവത്തിന്റെ ഒരു പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അതുപോലെയാണോ? അതെ, സോഴ്സ് കോഡ് എന്നൊരു തരം സോഫ്റ്റ്വെയർ ആണ്. മെഷീൻ ലാംഗ്വേജിലാണ്. മെഷീൻ ലാംഗ്വേജിൽ എഴുതപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വെപ്പൺസ് ഒക്കെ, എയർക്രാഫ്റ്റ്സ് ഒക്കെ സോഴ്സ് കോഡിന് അത്ര വലിയ ഡിമാൻഡ് ഇല്ല, കാരണം മാനുവലി ഓപ്പറേറ്റഡ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് AI ഓപ്പറേറ്റഡ് സിസ്റ്റംസ് ആണ് വരുന്നത്. അപ്പൊ ഒരു പ്രോപ്പർ ഒരു സോഫ്റ്റ്വെയർ സോഴ്സ് കോഡ് അതുണ്ട്. അതാണ് ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് മറ്റ് ഉപകരണങ്ങൾ അതിലോട്ട് ഘടിപ്പിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നതെല്ലാം. അപ്പൊ ഇപ്പോ നിർമ്മിച്ചു വരുന്ന നമ്മൾ വാങ്ങുന്ന യുദ്ധവിമാനങ്ങളിലൊക്കെ തന്നെ അവരുടെ മിസൈൽ, അവരുടെ ആയുധങ്ങൾ ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലുള്ള സോഴ്സ് കോഡ് അനുസരിച്ചാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടേതായുള്ള റഡാറോ അല്ലെങ്കിൽ ഡോപ്ലറോ അല്ലെങ്കിൽ ആയുധങ്ങളോ ബോംബോ മിസൈലോ കാര്യങ്ങൾ അതിൽ ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ സോഴ്സ് കോഡിൽ മാറ്റങ്ങൾ വരുത്തിയാലേ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് ആ സോഴ്സ് കോഡ് കിട്ടിയാലേ അതിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിലാണ് ഇപ്പോൾ തർക്കം നിൽക്കുന്നത്. അവർ തർക്കം ഉന്നയിക്കുന്ന കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ആയുധങ്ങൾ പിന്നെ നമ്മൾ വാങ്ങില്ല. ഒരു പ്ലെയിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി ഫിറ്റ് ചെയ്യും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അത് പിന്നെ പല രാജ്യങ്ങളിലും, ഇപ്പൊ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് വലിയ നിയമങ്ങളുണ്ട്. പാർലമെന്റിന്റെ ഒക്കെ അനുമതി വേണ്ട സ്ഥിതികളുണ്ട്. അങ്ങനെയുള്ള പല ഇപ്പൊ നമ്മുടെ യൂറോ ഫൈറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അതിനും ഇന്ത്യ ഫാൽക്കോൺ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നടക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ 4 രാജ്യങ്ങൾ ഉൾപ്പെട്ടുള്ള കമ്പൈൻഡ് ആയിട്ടാണ് അവർ ഈ ഒരു വിമാനം ഡെവലപ്പ് ചെയ്തുകൊണ്ട് സ്റ്റെൽത്ത് ഫൈറ്റർ ആണ്, പുതിയ സ്റ്റെൽത്ത് ഫൈറ്റർ. യൂറോ ഫൈറ്റർ എന്നാണ് അത് നെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരം അത് വരണമെന്നുണ്ടെങ്കിൽ 4 രാജ്യങ്ങളുടെ അനുമതി വേണം.
കാരണം ഒരു രാജ്യത്തിന് ഇപ്പൊ ജർമ്മനി പോലുള്ള ഒരു രാജ്യത്തിന് പോലും ഒരു വിമാനം വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ 4 രാജ്യങ്ങൾ ചേർന്നാണ്. ഓക്കെ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത്രയും ആൾക്കാരുടെ ബ്രെയിൻ അതിൽ ഇൻവോൾവ് ആണ്, മണിക്കൂറുകൾ, അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു സാധനം അതെ ഇത്രയും കാലം എഫേർട്ട് എടുത്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നു. അതിന്റെ സോഴ്സ് കോഡ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, മറ്റവർക്ക് ഉണ്ടാക്കാം. ഇതിനെ അവർക്ക് അവരുടേതാക്കി മാറ്റാം. അതെ. അപ്പൊ അതിലാണ് പലപ്പോഴും തർക്കം നിൽക്കുന്നത്. അപ്പൊ അതാണ് ഈ സോഴ്സ് കോഡിന്റെ വിഷയമല്ലേ. അപ്പൊ നമുക്ക് ഈ റഷ്യ നമുക്ക് സോഴ്സ് കോഡ് തരുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. റഷ്യ ഏത് കാലത്തും ഇന്ത്യയുമായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നു. പണ്ട് നമുക്കറിയാം, നമ്മൾ മിസൈൽ രംഗത്തും അതുപോലെ ഈ റോക്കറ്റ് വിക്ഷേപണ രംഗത്തൊക്കെ നമ്മൾ വളരെ മുന്നിലായി കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണ്? റഷ്യയിൽ നിന്ന് കിട്ടില്ല ക്രയോജനിക് സാങ്കേതിക വിദ്യയാണ് അതിന്റെ അടിസ്ഥാനം. മറ്റു രാജ്യങ്ങളൊന്നും ഫ്രാൻസോ US ഉൾപ്പെടെയുള്ളവർ തരാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇത് ഇന്ത്യക്ക് തരുന്നതിനെ തടയാൻ നോക്കി ഉപരോധം ഏർപ്പെടുന്ന ഘട്ടം വരെ വന്നു. നമുക്കറിയാം അക്കാലത്താണ് ഇവിടെ ISR ചാര കേസ് പുറകെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ആ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കിട്ടിയതിന് ശേഷമാണ് ഇന്ത്യ റോക്കറ്റ് അയക്കുന്നതിലും അതുപോലെ മിസൈൽസ് ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ വളരെ മുന്നോട്ട് പോയത്. പക്ഷേ ചില സോഴ്സുകൾ പറയുന്നുണ്ട് സർ, ഇത് റഷ്യ ഇന്ത്യക്ക് ക്രയോജനിക് സാങ്കേതിക വിദ്യ തന്നില്ല, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അതിനകത്ത് അത് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യ സാങ്കേതിക വിദ്യ, ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. കാരണം അവർ തടഞ്ഞത് ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കും ഈ സാങ്കേതിക വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ. തുടക്കത്തിൽ കുറെ കാലം അവർ ഡിലേ ചെയ്തു. അവരുടെ ഭാഗത്ത് അവർക്ക് അപ്രിയൻഷൻസ് ഉണ്ടായിരുന്നു, വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്ത്, ഇന്ത്യക്ക് കൈമാറരുത് എന്ന് വെച്ചിട്ട്. പക്ഷെ പിന്നീട് അത് പല ഘട്ടങ്ങളിലായിട്ട് അത് കൈമാറുകയാണ് ചെയ്തത്. അത് പിന്നെ ഇന്ത്യ ഫർദർ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് ഈ റോക്കറ്റ് മിസൈൽ രംഗത്തൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചന്ദ്രനിലോട്ട് അയച്ചു, പേടകം അയച്ചു, അത് സെയിം സമയത്ത് റഷ്യ ഒരെണ്ണം അയച്ചു, അത് തകരാറായി. അതെ. ഇത് ഈ പ്രതിരോധ രംഗത്താണെങ്കിൽ തന്നെയും മറ്റേത് മേഖലയിലാണെങ്കിൽ തന്നെയും മറ്റ് രാജ്യങ്ങൾ വികസിപ്പിക്കുന്ന സാങ്കേതികതകൾ ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ഒരു വലിയ മേന്മയാണ്. നമ്മൾ ലോകത്തിന് നോക്കിക്കഴിഞ്ഞാൽ വലിയ വൈദഗ്ധ്യം വേണ്ട കമ്പനികളുടെ ഒക്കെ തലപ്പത്ത് അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ബ്രെയിൻ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് അവർക്ക് ഫർദർ അഹെഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് ലോകത്ത് മുഴുവൻ അറിയുന്ന ഒരു സ്ഥിതിയിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യയെ റെസ്ട്രിക്ട് ചെയ്യാൻ പലരും ശ്രമിക്കുന്നത്. ഓക്കെ, അത്തരത്തിലൊരു ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ എയർഫോഴ്സുമായി ബന്ധപ്പെട്ട ഒരു സംശയം, നമ്മുടെ എയർഫോഴ്സിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ MiG-21 നമ്മളിപ്പോൾ ഗ്രൗണ്ട് ചെയ്തല്ലോ, അത് സംബന്ധിച്ചുള്ള കാര്യം. കാരണം അത് പഴയ വിമാനമാണ്, സാങ്കേതിക വിദ്യയാണ്. ഇപ്പോൾ പുതിയ ജനറേഷൻ വിമാനത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ എത്രത്തോളം ഉണ്ട് നമുക്ക്? എന്താണ് നമ്മുടെ എയർഫോഴ്സിന്റെ ഒരു സ്റ്റാൻഡേർഡ് സ്ട്രെങ്ത്, സ്പെസിഫൈഡ് സാങ്ഷൻ സ്ട്രെങ്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു 42 സ്ക്വാഡനാണ്. ഒരു സ്ക്വാഡൻ എന്ന് പറഞ്ഞാൽ ഒരു 16 മുതൽ 18 വരെ എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു സ്ക്വാഡൻ 16 മുതൽ 18 വരെ. അപ്പൊ അത്തരത്തിലുള്ള 42 സ്ക്വാഡൻസ് എയർക്രാഫ്റ്റ് വേണം, യുദ്ധവിമാനം ഫ്രണ്ട് ലൈൻ എയർക്രാഫ്റ്റ് വേണം എന്നതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. പക്ഷേ MiG-21 ഡീകമ്മീഷൻ ചെയ്തതോടുകൂടി അത് 29 ചുരുങ്ങിയിരിക്കുന്നു. 29-29.5 മറ്റോ ഇപ്പോൾ ഉള്ളൂ ബേസിക്കലി. അപ്പൊ നമുക്കൊരു 10-12 സ്ക്വാഡൻസിന്റെ ഷോർട്ടേജ് ഉണ്ട്. ഇത് ഇമ്മീഡിയറ്റ്ലി നികത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചൈന പോലുള്ള രാജ്യങ്ങൾ ഒരു വർഷം 200ഓളം എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പല മേഖലകളിലായിട്ട്. നമുക്കതിന്റെ 10% പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ദാസവുമായിട്ട് 114 റഫാലിന് വേണ്ടിയിട്ടുള്ള കരാർ 30 എണ്ണം നമ്മൾ വാങ്ങിച്ചു, 30 റഫാൽ വാങ്ങിച്ചു, ഇനി 114 എണ്ണത്തിനൂടെ കരാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയും തടസ്സം എന്ന് പറയുന്നത് ഈ സോഴ്സ് കോഡിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ദാസവുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പൊ ഏകദേശം വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഈ സോഴ്സ് കോഡിന്റെ വിഷയത്തിലാണ് തർക്കം. സോഴ്സ് കോഡ് തരാൻ അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള മിസൈൽസ് ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഉപയോഗിക്കണം. മിസൈൽസ് ആൻഡ് റഡാർസ് ഉണ്ട്, റഡാർ സംവിധാനങ്ങൾ വളരെ എഫക്റ്റീവ് ആണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റഡാർസും മിസൈൽസും ആണ് നമ്മളുടെ. പക്ഷെ ഇത് അതിലോട്ട് വെക്കണം. പക്ഷെ അതിന് അവർ സോഴ്സ് കോഡ് തരണം. നമ്മൾ അവരെ സോഴ്സ് കോഡ് തന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്തുള്ള വെപ്പൺസ് ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ള ഫർദർ വെപ്പൺസ് നമ്മൾ വാങ്ങിക്കില്ല. അത് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ആ രീതിയിലെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൂടാതെ ഇന്ത്യ തദ്ദേശീയമായിട്ട് HAL ഈ തേജസ് മാർക്ക് 1A 2 ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ എഞ്ചിൻ വരുന്നത് പുറത്തുനിന്ന്, അമേരിക്ക GE ആയിട്ടാണ് അതിനുള്ള കരാർ. ഇത് കിട്ടുന്നില്ല. ഈ എഞ്ചിൻ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് അസംബിൾ ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ഉദ്ദേശ രീതിയിൽ അവരെ സപ്ലൈ വരുന്നില്ല. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ ഇടയ്ക്ക് ട്രംപ് പറഞ്ഞിരുന്നു നമുക്ക് എന്താണ് ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് തക്ക രീതിയിലുള്ള കരാറിൽ ഏർപ്പെടാം എന്നൊക്കെ പറഞ്ഞത്. പിന്നീട് അതൊക്കെ അങ്ങ് പോയെന്ന് തോന്നുന്നു. ട്രംപ് അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മൾ വലിയ തുക മുടക്കേണ്ടി വരും. അവർ റിസർച്ചിന് അവർ പറയും അവരുടെ റിസർച്ചിന് വേണ്ടി അവർ ചെലവാക്കിയ തുകയുടെ ഒരു നല്ലൊരു പങ്ക് ഇന്ത്യ കൊടുക്കേണ്ടി വരും. അതെന്തായാലും അതൊരു ന്യായമായ കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള വലിയ തുകയാണത്. അപ്പൊ വേറൊരു സംശയം കൂടി, ഒരു സ്ക്വാഡ്രൺ അങ്ങിപ്പോ പറഞ്ഞു ഒരു 40 സ്ക്വാഡ്രണെങ്കിലും വേണം.
നമുക്ക് 29 സ്ക്വാഡ്രൻസ് ആണുള്ളത് അല്ലേ? അതെ. ഈ ഒരു സ്ക്വാഡ്രനിൽ എത്ര ഫൈറ്റേഴ്സ് ആണ് ഉണ്ടാവുക? അതാണ് ഞാൻ നേരത്തെ പോലെ 16 മുതൽ 18 വരെ ഫൈറ്റേഴ്സ് ആണ് ഉം. ഇന്ത്യയിലുള്ള ഒരു സ്ക്വാഡിൽ. US-ലൊക്കെ അത് 22 to 24 ആണ്. ഉം. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് തന്നെ 16 മുതൽ 18 വരെയുള്ള ഫൈറ്റ് എണ്ണം വേണം ഒരു സ്ക്വാഡറിൽ. ഒരു ഇത്രയും squadron. വിമാനങ്ങൾ വേണം ഒരു സ്ക്വാഡറിൽ. അങ്ങനെയുള്ള 42 സ്ക്വാഡ്രൻസ് ആണ് ഇന്ത്യയുടെ സാങ്ഷൻ സ്ട്രെങ്ത്. അത്രയും ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു 15 അല്ല, ഒരു 20 വർഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആകെ നമ്മൾ വാങ്ങിച്ചുള്ളത് ഈ 30 എയർക്രാഫ്റ്റ് മാത്രമാണ്. ബേസിക്കലി ഈ റഫാൽ 30 എയർക്രാഫ്റ്റ്. പക്ഷെ അത്ര പഴയ വിമാനങ്ങൾ കുറെ ഡീകമിഷൻ ചെയ്തു, കുറെ തകർന്നു പോയി. MiG-21 ഡീകമിഷൻ ചെയ്തു. അതോടെയാണ് ഈ 42 എന്നുള്ള സ്ട്രെങ്ത് 10-15 വർഷം കൊണ്ട് ഇത് ഒറ്റയടിക്ക് 29 വന്നത്. ഇത് നികത്താൻ വേണ്ടിയിട്ടാണ് ഇമ്മീഡിയറ്റ്ലി 30 എയർക്രാഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി വാങ്ങിച്ചത്. റഫാൽ വാങ്ങിച്ചു അടുത്ത 2-3 വർഷം മുമ്പ്. പിന്നെ നേരത്തെ പറയല്ലോ 114 എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എയർഫോഴ്സിന്റെ ഈ 29 സ്ക്വാഡ്രൻസും രാജ്യത്തിന്റെ പല സ്ഥലത്തായിട്ടായിരിക്കും വിന്യസിച്ചിരിക്കുന്നത്. അത് ഓപ്പറേഷണൽ എളുപ്പത്തിനനുസരിച്ച്. ഓക്കെ, ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരികയാണ്. എന്താണ് പ്രോജക്റ്റ് 18? ഇന്ത്യൻ നാവികസേന പ്രോജക്റ്റ് 18 മുന്നോട്ട് പോകുന്നതായി കേട്ടു. എന്താണ് പ്രോജക്റ്റ് 18? ഈ പ്രോജക്റ്റ് 18 എന്ന് പറയുന്നത് ഈ ആധുനിക രംഗത്തുള്ള ഒരു കാൽവയ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ആ സാധാരണ സ്റ്റാൻഡേർഡ് വെപ്പൺസ് അല്ല ഇപ്പോൾ നമ്മൾ ആ യുദ്ധ രീതികളല്ല ഇപ്പോൾ ലോകത്ത് ഫോളോ ചെയ്തു വരുന്നത്. ഓക്കെ, മുമ്പ് ഇതൊരു ഡിസ്ട്രോയേഴ്സ് ആണ്. പ്രോജക്റ്റ് 18 എന്ന് പറഞ്ഞാൽ ഒരു 10-12 ഡിസ്ട്രോയർ ക്ലാസ് ഷിപ്പുകൾ ഉണ്ടാക്കുക. ഓക്കെ, അതായത് നമുക്കിപ്പോ ഷിപ്പുകൾ എത്ര ക്ലാസിഫിക്കേഷൻ കൊടുക്കാം? നമുക്ക് ഡിസ്ട്രോയേഴ്സ് ഉണ്ട്, ഫ്രിഗേറ്റ്സ് ഉണ്ട്, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്, മിസൈൽ ബോട്ട്സ് ഉണ്ട്, അങ്ങനെ പല കാറ്റഗറി. ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുമ്പോൾ അറ്റാക്ക് ചെയ്യാം. അത് എസ്കോർട്ടിംഗ് കൂടിയാണ്. അറ്റാക്ക് വെഹിക്കിൾസ്, അറ്റാക്ക് ഷിപ്സ് ആണ് ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫ്രിഗേറ്റ്സിനേക്കാളും കൂടെ നല്ല രീതിയിൽ യുദ്ധ രംഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷിപ്പാണ് ഈ ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നത്. മാനവറിംഗ് കൂടുതലാണ്. പക്ഷെ മുമ്പൊക്കെ നമ്മൾ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സ് ആണ് നമ്മളെ സൈന്യത്തിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് വെപ്പണറി വളരെ കുറവാണ്. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മറ്റേ മൂവ് ചെയ്യാൻ പറ്റുന്ന ഗണ്ണുകളും മറ്റേ മാനുവലി കൺട്രോൾഡ് റഡാർസ്, മാനുവലി കൺട്രോൾഡ് ഗൺസ്, അത്തരം വെപ്പണറിയാണ് അതിലൊക്കെ ഉള്ളത്. പക്ഷെ അതൊക്കെ മാറിയിരിക്കുന്നു. ഇതിന്റെ സൈസ് വ്യത്യാസമുണ്ട്, അതിന്റെ ടണ്ണേജ് വ്യത്യാസമുണ്ട്. മുമ്പത്തെ നിലവിലുള്ള എയർക്രാഫ്റ്റ് ഡിസ്ട്രോയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് എന്നൊരു 150 മീറ്റർ ലെങ്ത് പ്ലസ് ഒരു 7,000-8,000 ടണ്ണാണ് ഇതിന്റെ വെയിറ്റ്. ഇപ്പൊ പറയുന്ന ഈ പ്രോജക്ട് 18 ഉൾപ്പെട്ടിട്ടുള്ള ഈ ഡിസ്ട്രോയേഴ്സ് എന്ന് പറയുന്നതിന്റെ ഒരു 280 മീറ്റർ ലെങ്ത് ഉണ്ട്, ഒരു 13,000 ടണ്ണാണ് ഇതിന്റെ വെയിറ്റ് ഉദ്ദേശം. മാത്രമല്ല അതിനകത്ത് 250 മുതൽ 350 കിലോമീറ്റർ റേഞ്ച് ഉള്ള ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടു ഡ്രോൺസ് അറ്റാക്ക്, മിസൈൽസ് ഒക്കെ വരുമ്പോൾ ഇതിനെ ഓപ്പൺ സ്പേസിൽ നിന്ന് എടുത്ത് മറ്റു മിസൈലുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് എക്സ്പെൻസീവ് ആണ്. അപ്പൊ ലേസർ റേസ് ബീം ഉപയോഗിച്ചിട്ട് ഇതിനെ ആകാശത്ത് വെച്ചിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അപ്പൊ 50 മുതൽ 100 കിലോവാട്ട് വരെയുള്ള ടാക്ടിക്കൽ ലേസർ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഈ ബ്രഹ്മോസ് മിസൈൽസ് ഒരു 500 കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ള DRDO അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്തെടുത്തുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റഡാർ സിസ്റ്റം, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതുകൂടാതെ ഒരു മിനി കൺട്രോൾ സെന്റർ ആയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇത്തരം ഷിപ്പുകൾ നമുക്ക് 3 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, സർഫസ് ടു എയർ അറ്റാക്ക്, മുകളിൽ വരുന്ന വിമാനങ്ങളെ ഷിപ്പിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അണ്ടർ വാട്ടർ സബ്മറൈൻസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ കരയിലോട്ടും ആക്രമണം നടത്താൻ പറ്റും. തുറമുഖങ്ങൾ പോലെ ഇപ്പൊ ഈ 500, 350, 400 മീറ്റർ ദൂരമുള്ള മിസൈൽസ് ഫിറ്റ് ചെയ്യാൻ പറ്റണം. അത്രയും ദൂരത്തോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. തുറമുഖങ്ങൾ, തീരദേശത്തുള്ള നഗരങ്ങളൊക്കെ ആക്രമിക്കാൻ പറ്റും. തീരദേശത്തുള്ള ടാർഗറ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ പ്രോജക്ട് 18 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കിലോമീറ്റർ ദൂരത്തേക്ക് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രോജക്ട് 18 എത്ര ഇത്തരത്തിലുള്ള ഡിസ്ട്രോയേഴ്സ് ഉണ്ടാകും? 10 മുതൽ 12 വരെയുള്ള 10-12 ഡിസ്ട്രോയേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പല സ്റ്റേജുകളിൽ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡിസൈനിങ് വർക്ക്, അതിന്റെ പല സ്റ്റേജിൽ വർക്ക്, മുംബൈയിലെ മറ്റേ മസഗോൺ ഡോഗാർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 എണ്ണമാണ് മാക്സിമം, 10 എങ്കിലും വേണം എന്ന രീതിയിലാണ്. പ്രോജക്ട് 18 എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു 18 എണ്ണം കാണുമെന്ന്. ഇല്ല, അത് പ്രോജക്ട് നമ്പർ ഇട്ട് 14C, അതിന്റെ ഇടയ്ക്ക് ഒരു 14A 14B മറ്റോ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഇതിന്റെ ഇടയ്ക്കുള്ള വിടവ് നികത്തുന്നതിനുള്ള കുറച്ചുകൂടി ചെറിയ തോതിലുള്ള ഷിപ്പുകൾ ഉണ്ടാക്കുന്നതാണ് 14A.
ഓക്കെ, ഇപ്പൊ എന്തായാലും 12 മാക്സിമം. 12 അതായത് 10 മുതൽ 12 വരെ ഷിപ്പുകൾ ഈ ടൈപ്പ് ക്ലാസ് ഡിസ്ട്രോയേഴ്സ് 16 വേണ്ടി അനുമതി ചോദിച്ചു, പക്ഷെ കൊടുത്തില്ലെന്ന് തോന്നുന്നു. കൊടുത്തില്ല. 12 ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 10 മുതൽ 12 വരെ എണ്ണം ഉണ്ടാക്കുക. ഇതുകൂടി വരുമ്പോൾ നമ്മുടെ നേവൽ സ്ട്രെങ്ത് വളരെ നേവി മാത്രം സെൽഫ് റിലയൻസ് നേവിക്ക് കൂടുതലാണ്. ഈ എയർക്രാഫ്റ്റ് മേഖലകൾ ഒഴിച്ച് ബാക്കിയുള്ള സെൽഫ് റിലയൻസ് കൂടുതലാണ്. പക്ഷെ എയർഫോഴ്സ് ആ രീതിയിലല്ല. ഓക്കെ, അവിടെ നമുക്ക് വിമാനങ്ങളാണല്ലോ എയർഫോഴ്സിന് ശക്തി എന്ന് പറയുന്നത്. അതെ. അപ്പൊ അത് നമുക്ക് കൂടുതലായിട്ട് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണ്. അപ്പൊ അതിനെ കൂടെ കുറച്ചും കൂടെ ഇൻഡിജിനൈസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സർ, വേറൊരു സംശയം, അതായത് ഈ 2011 ശേഷം ഒരു 2 ഫ്രണ്ട് യുദ്ധത്തെ അഭിമുഖീകരിക്കുവാൻ പ്രാപ്തമാക്കുകയാണ് നമ്മുടെ സേനയെ എന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അതിനോടൊപ്പം തന്നെ അത് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? അല്ല, ഞാൻ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഈ മാറിക്കഴിഞ്ഞു, സാങ്കേതിക വിദ്യയൊക്കെ മാറിയതിനനുസരിച്ച് യുദ്ധം മാറുകയാണോ? അതെ, വളരെയധികം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഡിസ്ട്രോയ് ക്ലാസ്സിൽ ഒരു 30% 1/3 ആയിട്ട് ഇതിന്റെ മാൻ പവർ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ സാധാരണ ഷിപ്പിൽ ഒരു 300 പേരുണ്ടെന്നുണ്ടെങ്കിൽ 200 പേര് മതി പുതിയ ക്ലാസ് ഡിസ്ട്രോയറിൽ. ഓക്കെ, അത്രയും ടെക്നോളജി അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. മാനുവൽ യൂട്ടിലൈസേഷൻ കുറവാണ്. ഓക്കെ, അതാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. നമുക്ക് ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല യുദ്ധത്തിൽ. അതാണല്ലോ ഏറ്റവും വിലപിടിപ്പുള്ളത്. ഇപ്പൊ പണ്ട് കരസേന അങ്ങ് ആക്രമിച്ച് കയറുന്നു പോകുമ്പോഴേക്കും ഒരുപാട് പേര് മരിക്കും. ഇന്ന് നമുക്കറിയാം യുദ്ധങ്ങളിൽ മരിക്കുന്നവരുടെ ആളുകളുടെ എണ്ണം കുറവാണ്. കറക്റ്റ്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ആളുകൾ 100 കണക്കിന് പട്ടാളക്കാരും അല്ലാത്തവരും ഒക്കെ മരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പൊ അത്തരം ഹ്യൂമൻ കാഷ്വാലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് പുതിയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ടാക്ടിക്കൽ ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്ത ടാക്ടിക്കൽ മിസൈൽസ്, ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് മാനുവൽ ഇൻവോൾവ്മെന്റ് കുറവായിട്ടുള്ള അറ്റാക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഏതായാലും ഈ ആധുനിക യുദ്ധ രീതിയിൽ ഇപ്പോൾ ഒരു സൈലന്റ് മുന്നേറ്റത്തിനാണോ നമ്മുടെ രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മിസൈൽ, ഡ്രോൺസ് ഉണ്ടാക്കുന്ന അദാനിയുടെയൊക്കെ കമ്പനികൾ ഇപ്പൊ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് ഡ്രോൺ, ഇസ്രായേലുമായിട്ടുള്ള ടെക്നോളജി, ഇസ്രായേൽ കൈമാറിയിട്ടുള്ള ഇസ്രായേലി ഡ്രോൺസ് ഒക്കെ ഇവിടെ അദാനിയുടെയൊക്കെ കമ്പനികൾ, അദാനിയുടെ റിലയൻസിന്റെ ഒക്കെ കമ്പനികൾ ഇപ്പോഴും ഓൾറെഡി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഡ്രോൺസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓൾറെഡി. അദാനിയുടെ കമ്പനി ഉണ്ടാക്കിയ ഡ്രോൺസ് നമ്മൾ സിന്ദൂറിൽ ഉപയോഗിച്ചു. ഓ യെസ്, ഓക്കെ. അത് ഇവിടെ ഇൻഡിജിനൈസ്ഡ് ആണെങ്കിലും അത് ടെക്നോളജി ഇസ്രായേൽ ട്രാൻസ്ഫർ ചെയ്തതാണ്. ഇസ്രായേൽ ഉണ്ടാക്കുന്ന ആ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം, ഒരു വിഷയം, അതായത് ചൈനയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം മെച്ചമാകുന്നുണ്ട്, അതിൻ്റെ സൂചന എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരിപ്പോഴും, ചൈന എന്നും സ്വന്തം കാര്യം പരമാവധി പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ആരുമായിട്ട് അവർ കൂട്ടുകൂടിയാലും അവരുടെ ലാഭം മാത്രമാണ് അവർ നോക്കുന്നത്. ഈവൻ നമ്മൾ പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടിയപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ചൈനയുടെ ലക്ഷ്യം എന്തായിരിക്കുമെന്ന്. അതുപോലെ തന്നെ അത്രയും സ്വാർത്ഥ താല്പര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ചൈന. ചൈന ഇന്ത്യയുടെ അതിർത്തിക്ക് അപ്പുറത്ത് ഒരു ജലബോംബ് ഡാമിൻ്റെ രൂപത്തിൽ നിർമ്മിക്കുന്നതായി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സർവ്വസന്നാഹങ്ങളും അവർ ഇന്ത്യക്ക് നേരെ മാത്രമാണോ ഇങ്ങനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതോ പൂർണ്ണമായും മറ്റെല്ലാ രാജ്യങ്ങളെയും അവർ ആ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയാണോ കാണുന്നത്? നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചൈനയ്ക്ക് മിക്കവാറും എല്ലാ അയൽ രാജ്യങ്ങളുമായിട്ടും അതിർത്തി പ്രശ്നമുണ്ട്. അവരുടെ ഒരു ഫിയർ അത് എന്തുകൊണ്ടാണ് വരുന്നത് സൈക്കോളജിക്കലി നമ്മൾ നോക്കുക. അവിടുത്തെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഭൂമി വേണം. അപ്പോൾ ഇത്രയും ആൾക്കാരെ സംരക്ഷിക്കണം എന്ന് നമുക്ക് കൂടുതൽ തന്ത്രപരമായ മേഖലകൾ നമ്മളെ കയ്യിൽ വേണം. ഇത്തരം ഒരു ചിന്ത വളരെ പ്രാചീന കാലം മുതൽ ഇവരുടെ മനസ്സിലുണ്ട്. അപ്പൊ അതുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് ഇവർ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇവർക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. നമ്മളുമായിട്ടും ഇന്ത്യയോടും ഉണ്ട്. പിന്നത്തെ ഒരു പ്രശ്നം വെച്ചാൽ അവർക്ക് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമാണ് അവർ പിന്തുടരുന്നത് എന്നുള്ളത് അവർ പറയുന്നു. പക്ഷെ അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇവരെ ശത്രുസ്ഥാനത്താണ് കാണുന്നത്. ലോകത്തുള്ള മിക്കവാറും രാജ്യങ്ങളൊക്കെ ഇവരെ ഒരു ശത്രു രാജ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള സൈനിക ശക്തി ആർജിക്കണം, ഈ മേഖലയിൽ 1-ാം നമ്പറായി വരണം എന്നൊരു ചിന്ത അവർക്കുണ്ട്. അപ്പൊ അവർ നോക്കുമ്പോൾ അതിനൊരു ചാലഞ്ചറായിട്ട് വരാൻ ഇവിടെ ഉള്ളത് ഇന്ത്യയാണ്. ഈ പാകിസ്ഥാനെ പോലുള്ള രാജ്യം കൊണ്ട് അവർക്ക് യാതൊരു ഗുണവുമില്ല. പക്ഷെ പാകിസ്ഥാൻ അവരെന്തിനാണ് സാമ്പത്തികമായിട്ടും വെപ്പൺസ് കൊടുത്ത്, ഇപ്പൊ അവരുടെ സ്റ്റെൽത്ത് ഫൈറ്റർ J-35 ഉൾപ്പെടെ പാകിസ്ഥാൻ കൊടുക്കാൻ പോവാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അവിടെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫൈറ്റേഴ്സ് ആണ് J-35 ആൻഡ് J-20, രണ്ടും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്സ് ആണ്. അതുവരെ അവർ J-35 പാകിസ്ഥാൻ ഇപ്പൊ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ കൊടുക്കാതെ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും സാമ്പത്തികമൊന്നും പാകിസ്ഥാനില്ല. പക്ഷെ എന്തിനാണ് അവർ പാകിസ്ഥാനെ ലൈവാക്കി നിർത്തുന്നത്? വേണ്ടി വന്നാൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യ അവർ 4 ഭാഗത്തും ടൈറ്റ് ചെയ്യാണ്. ശ്രീലങ്കയിൽ അവർക്ക് ഇൻഫ്ലുവൻസ് കൂടി, ബംഗ്ലാദേശിൽ അവരുടെ ഇൻഫ്ലുവൻസ് കൂടിയിരിക്കുന്നു, നേപ്പാളിൽ അവരുടെ ഇൻഫ്ലുവൻസ് കൂടിയിരിക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ, ഈ മേഖലയിലുള്ള മറ്റു രാജ്യങ്ങളെ, ഇന്ത്യയോട് സൗഹൃദത്തിലുള്ള മറ്റു രാജ്യങ്ങളെ മുഴുവൻ അവർ കയ്യിലെടുത്തുകൊണ്ട് ഇന്ത്യ ഒരു ലിമിറ്റ് ചെയ്ത് നിർത്തുക എന്നതാണ് അവരുടെ ഉദ്ദേശം. ഇവിടെ ഒരു ചോദ്യം,
അതായത് ഇത്തരത്തിൽ ഇന്ത്യയെ ചുറ്റുവരിഞ്ഞ് മുറുക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ അതെ. കഴിയുന്നത്. ആൻഡമാൻ നിക്കോബാറിൽ വരുന്ന ആ വലിയ പ്രോജക്റ്റ്, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാവി, എനിക്ക് തോന്നുന്നു ഇത് വെറും ഒരു കണ്ടെയ്നർ വന്ന് ചരക്ക് നീക്കം നടത്താനുള്ള ഒരു സ്ഥലം മാത്രമായി നിൽക്കില്ല. ഈ ഇന്ത്യൻ ഓഷൻ ആയാലും അതുപോലെ തന്നെ അറേബ്യൻ സീ ആണെങ്കിൽ തന്നെയും അവിടെയൊക്കെ തന്നെ കവചമൊരുക്കാൻ ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ അതിന്റെ ഇന്ത്യയും അത്തരത്തിൽ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. സജ്ജമായിക്കൊണ്ട് ഇന്ത്യ 4 തിയേറ്റർ കമാൻഡ്സ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതിൽ ഒരെണ്ണം തിരുവനന്തപുരത്താണ് വരുന്നത്. അതെ. ഇവിടെ ഒരു വളരെ സേഫ്റ്റി റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു മേഖലയായിരുന്നു ഈ സദേൺ ടിപ്പ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഇന്ത്യ ഫോക്കസ് ചെയ്യാണ്. ഈ ഓക്കെ. ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ അതിലൂടെയുള്ള ആക്രമണമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ പ്രാക്ടിക്കൽ കമാൻഡ് വരികയാണ്, തിരുവനന്തപുരത്ത് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതുപോലെ ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ലാത്ത, മുമ്പ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്ന പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇന്ത്യ ബിൽഡപ്പ് നടത്തിക്കൊണ്ടിരിക്കുക ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇന്ത്യ മറ്റ് പല രാജ്യങ്ങളും ഇപ്പൊ ചൈന, മറ്റ് രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കുന്നത് പോലെ തന്നെ അത്തരം രാജ്യങ്ങളിൽ ഇന്ത്യ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് നമുക്കറിയാം. ഇപ്പൊ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെ ഉൾപ്പെടുന്ന പല കാര്യങ്ങളിലും ഇന്ത്യയുടെ അറിവുണ്ട്. അതിനകത്ത് ഇന്ത്യയുടെ ഒരു മൈൻഡ് ഉണ്ട് അവിടെ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയും ശക്തമായി തന്നെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ തരത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മുടെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അതേസമയം നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും മറ്റ് രാജ്യങ്ങളെല്ലാം വാച്ചബിൾ ആയിട്ട് അന്താരാഷ്ട്ര ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. ലോകത്ത് ഇന്ന് വരെ ഇല്ലാത്ത അത്ര പല രാജ്യങ്ങളിലും നമ്മൾ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ലോകത്തിന്റെ ഒരു വലിയ തോതിലുള്ള പിന്തുണ ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അതൊരു വലിയ നേട്ടമാണ്. തന്ത്രപരമായിട്ടുള്ള നയപരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് തോന്നുന്നു. നയതന്ത്ര മേഖലയിൽ നമ്മൾ നടത്തിയ ആ ഒരു വലിയ മുന്നേറ്റം നടത്തി. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് നയതന്ത്ര മേഖല ഇന്ത്യ വളരെയധികം മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും കേന്ദ്ര സർക്കാർ കരുതിക്കുട്ടി തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും. അത് ഇനിയിപ്പോ ഈ സർക്കാരിലെ ഏത് സർക്കാർ വന്നാലും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ആ രീതിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യയും അതുപോലെ തന്നെ 2047 ലക്ഷ്യമാക്കി പോകുന്ന ഒട്ടേറെ പ്രോജക്റ്റുകളുണ്ട് അല്ലെ? അതെന്താ, ഇപ്പൊ ചൈന നമ്മൾ നോക്കൂ. ചൈന ഇതുപോലെ അവർക്ക് ഇങ്ങനെ പദ്ധതികളാണ്. അവരൊരു 2027 ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, ചില ഡിഫൻസിന്റെ ഡെവലപ്മെന്റ്. അത് പൂർത്തിയായിരിക്കണം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2035 അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അവർ ഇതുപോലെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വൺ ഈസ് 2047 അപ്പൊ അവരിങ്ങനെ പ്ലാനുകളുണ്ട്, ഇന്ന കാര്യം ഈ പീരീഡിനകത്ത് ചെയ്തിരിക്കണം. അപ്പൊ അത് പ്രകാരം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് നോക്കാൻ പറ്റില്ല, നമ്മൾ താഴോട്ട് പോകും. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ ഡിഫൻസ് സിസ്റ്റം ശക്തമാക്കുന്നതിനൊപ്പം തന്നെ ബയലാറ്ററൽ റിലേഷൻസ് അങ്ങ് പറഞ്ഞതുപോലെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ട്രേഡ് തന്ത്രങ്ങൾ നമ്മൾ വളരെ ഇഫക്റ്റീവായി ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ പ്രകോപിതരായ അമേരിക്ക ലോകം മുഴുവൻ താരിഫ് അടിച്ചേൽപ്പിച്ചു ഇന്ത്യക്കെതിരെയും. നമ്മൾ വിചാരിച്ചു സൗഹൃദ രാഷ്ട്രമാണ്, നമുക്ക് എതിരെ വലിയ രീതിയിലുള്ള ചതിപ്രയോഗമോ അല്ലെങ്കിൽ എതിരെയുള്ള നീക്കമോ ഉണ്ടാകില്ല എന്ന്. പക്ഷേ അവർ നമ്മളെ ടാർഗറ്റ് ചെയ്താണ് മുന്നോട്ട് പോയത്. ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത രാജ്യങ്ങളൊന്ന് നമ്മളായിരുന്നു. അതിനെയും നമ്മൾ വളരെ നയപരമായി നേരിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ്. കുറയ്ക്കുന്നു, അത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകുന്നു. അത് ഏറ്റവും നല്ല ടാക്ടിക്സ് തന്നെ ആയിരിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ, അല്ലേ? തീർച്ചയായും. ഇടക്കാലത്ത് ഇതിനൊരു കാരണമുണ്ട്. ഇടക്കാലത്ത് നമ്മൾ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു. മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റുകൾ പലരും ഈ ചൈനയുടെ വളർച്ച തടയാൻ ഒന്നും ചെയ്തില്ല. അക്കാര്യത്തിൽ ചൈനയ്ക്ക് വിട്ടുകൊടുത്തു. ചൈന എന്തോ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തുകൊണ്ടാണ് ചൈന ഇത്രയും സാമ്പത്തികമായും സൈനികമായും വളർന്നത്. അന്നത്തെ US പ്രസിഡന്റുമാർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചൈന ഇത്ര വളരില്ലായിരുന്നു. ഇനി ഒരു രാജ്യത്തെയും ആ രീതിയിലോട്ട് വളരാൻ അനുവദിക്കില്ല എന്നത് അവിടെ ഒരു പോളിസിയാണ്. അപ്പൊ ഇന്ത്യ ആ രീതിയിലാണ്. ഇന്ത്യക്കുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷം കൊണ്ടോ അല്ലെങ്കിൽ രാജ്യത്തോടുള്ള എതിർപ്പുകൊണ്ടോ ഒന്നും ആയിക്കൊള്ളുന്നില്ല. ഇനി ഒരു വൻ സൈനിക ശക്തി അല്ലെങ്കിൽ സാമ്പത്തികമായും സൈനികമായിട്ടുള്ള വൻ ശക്തികൾ ഉയർന്നു വരുന്നത് അമേരിക്ക താല്പര്യമില്ല. അതൊരു പ്രധാന ഘടകമാണ്. ഒരിക്കലും വിശ്വസിക്കരുത്. അമേരിക്ക ഏത് കാലത്തും അങ്ങനെയായിരുന്നു. കുറച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ സഹകരിച്ചുള്ള 2 രാജ്യങ്ങൾ, ഒന്ന് റഷ്യയും ഒന്ന് ഇസ്രായേലും. തുടക്കം മുതൽ എല്ലാ ഘട്ടത്തിലും നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. അമേരിക്ക ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അമേരിക്കയുടെ താല്പര്യം വിട്ട് ഒരു കളിയും അമേരിക്കയ്ക്കില്ല. യെസ്. എന്തായാലും ഇന്ത്യക്കെതിരെയുള്ള പ്രതിരോധ നീക്കങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ നിലപാടുകൾ കടുപ്പിച്ച് ചൈന മുന്നോട്ട് പോകുന്നു. അമേരിക്കയുടെ നിലപാടും വ്യത്യസ്തമല്ല. മറ്റു ഒരു രാജ്യവും വളർന്ന് മുന്നേറാൻ പാടില്ല എന്നുള്ളത് അവരുടെ ഒരു സ്ഥാപിത പോളിസിയാണ്, അവരുടെ ഒരു ബേസിക് പോളിസിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ അവരെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടതില്ല എന്ന് പലരും പറയുന്നുണ്ട്. അത് നമ്മുടെ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രോജക്റ്റ് 18 എന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള ആ ഒരു പദ്ധതിയെക്കുറിച്ച് ഇന്ന് ടോക്കിംഗ് പോയിന്റിൽ നന്നായി തന്നെ സംസാരിക്കാൻ സാധിച്ചു. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വായുസേന വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമുക്കറിയാൻ കഴിഞ്ഞു. അതുപോലെ സ്ട്രാറ്റജിക് നിലപാടുകളിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചുവടുവയ്പ്പുകളെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാൻ സാധിച്ചു. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്.
ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.